ഹായ് ഡിയേഴ്സ്, ഇന്ന് ഞാനൊരു നാടൻ കറിയാണ് കേട്ടോ വയ്ക്കാൻ പോകുന്നത്. ഈ കറി നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാമേ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മത്തങ്ങയുടെ ഒരു കഷ്ണം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പകുതിയെ ഞാൻ എടുക്കണുള്ളൂ കേട്ടോ. ഇതിനെ നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇപ്പോൾ ഞാനത് കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് കഷ്ണിച്ചെടുക്കണം. ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് നുറുക്കിയെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം തന്നെ ഞാൻ നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഞാൻ 2 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടി ഇടുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുളക് പൊടി തീരെ കുറവാണ് ഇടുന്നത്, നല്ല എരിവുള്ളതായതുകൊണ്ടാണ്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് വേകുമ്പോഴേക്കും നമുക്ക് ഇതിനുള്ള അരപ്പ് റെഡിയാക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് കൊത്തിയാണ് കേട്ടോ എടുത്തത് ഞാൻ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ ജീരകവും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതിലേക്ക് ഞാൻ തൈര് കൂടി ചേർത്തിട്ടാണ് കേട്ടോ അരയ്ക്കണത്. ഇപ്പോൾ നമ്മുടെ മത്തങ്ങയൊക്കെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് തീയൊന്ന് ഇത്തിരി കുറച്ചിടാം. അപ്പോൾ ഇപ്പം നമ്മൾ മത്തക്കയൊക്കെ നന്നായിട്ട് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്കൊന്ന് ഇതിനെ ഉടച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊക്കെ വെന്ത് കഴിഞ്ഞ് ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൊഴിച്ച് കൊടുക്കാം. ഇത് തൈര് ചേർത്തത് ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ടാണ്. ഇത് നമുക്ക് നമ്മുടെ വാളംപുളി ഒഴിച്ചിട്ടും ഉണ്ടാക്കാം കേട്ടോ. ഇനി ഇതിനൊന്ന് തിള വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതിനെ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്കൊന്ന് കടുക് വറുത്തിടണം. കടുകും ഉലുവയും കുറച്ച് വേപ്പിലയും ഒരു വറ്റൽമുളകൊക്കെ ചേർത്ത് നമുക്കൊന്ന് കടുക് വറുത്തിടാം. അപ്പോൾ നമ്മുടെ എളുപ്പത്തിൽ വയ്ക്കാൻ പറ്റിയ നമ്മുടെ നാടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവർക്കും അറിയണതായിരിക്കും, എന്നാലും അറിയാത്തവരൊന്ന് വെച്ച് നോക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.